പിടിയിൽ ഒതുക്കിയ കയ്യിലുണ്ടായിരുന്ന ഭൂമിയെ കൈവിട്ടു. ഒടുവിൽ ചൂടും തണുപ്പും കണക്കുകൾ തെറ്റിയും മഴയും വെയിലും കാലവും കാട്ടുതീയും പേമാരിയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഓർക്കണം, നാം തന്നെയല്ലേ ഇതിന്റെ ഹേതു എന്ന്. ഞാൻ MS സ്വാഗത, 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 2 വർഷമായി സ്റ്റേറ്റ് പ്ലാറ്റ്ഫോമിന്റെ തിരുവനന്തപുരം ജില്ലയുടെ വിദ്യാർത്ഥി പ്രതിനിധിയാണ്. ഏവരുടെയും ശ്രദ്ധയ്ക്ക്, ദയവായി മൈക്ക് മ്യൂട്ട് ചെയ്യുക. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ ദയവായി ചെയ്യുക. ചാറ്റ് അനുവദനീയമല്ല. ക്വസ്റ്റ്യൻസ് മാത്രം പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏവരും പരിപാടിയുടെ അവസാനം വരെയും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസും യൂണിസെഫും ചേർന്നൊരുക്കിയിട്ടുള്ള സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ഓൺ ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് സംഘടിപ്പിക്കുന്ന നാമ്പ് ഓൺലൈൻ സെഷൻ സീരീസിന്റെ 5ാം ഭാഗമാണ് ഇന്ന്. ഏവർക്കും ബീറ്റ് ദ ഹീറ്റ് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗത പ്രസംഗത്തിനായി കേലാംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ MS വിജയൻ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. കേരള നിയമസഭയുടെ കേലാംസ് വിഭാഗവും യൂണിസെഫും സംയുക്തമായി പ്രതിമാസം നടപ്പിലാക്കി വരുന്ന സംസ്ഥാന കാലാവസ്ഥാ വേദിയുടെ 5ാമത് ഓൺലൈൻ സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഓരോ മാസവും ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലെ ആഗോള ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് ലോകാരോഗ്യ സംഘടന സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ബീറ്റ് ദി ഹീറ്റ് എന്നതാണ്. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ സമയത്തിൽ ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാവരും ഇപ്പോൾ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും അല്ലെ, ഉഷ്ണകാലത്തിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. വീടും ഓഫീസും അതുപോലെ തന്നെ വാഹനവും എല്ലാം AC ആക്കേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തർ കടന്നു പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് താപനില ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. നമുക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച പോലെ, പണ്ട് മഴ മുന്നറിയിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അലർട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ചൂടിനെ പ്രതിരോധിക്കാൻ, ചൂടിന് മുന്നറിയിപ്പ് പലയിടത്തും മഞ്ഞ അലർട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് ഓറഞ്ചിലേക്കോ റെഡ് അലർട്ടിലേക്കൊക്കെ പോകുന്ന അവസ്ഥ നമുക്ക് ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സംസ്ഥാനം ഇതുപോലെ ഒരു ചൂടിലൂടെ കടന്നു പോയിട്ടില്ല ഇതിനു മുമ്പ്. നമ്മൾ ഡൽഹിയിലൊക്കെ അത്യുഷ്ണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേരളവും അതുപോലെ തന്നെ ലോകത്താകമാനം മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനവും എല്ലാം ആ ഒരു കാലാവസ്ഥയുടെ അതിഭീകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യന്റെ പ്രവൃത്തി ഇതിനൊരു കാരണമാണ്. ഈ ചൂട് ക്രമാതീതമായി വരുന്നതിന്റെ ഒരു കാരണം മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ക്രമാതീതമായി കൂടുന്നുണ്ടെന്നുള്ള പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അന്തരീക്ഷത്തില് ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് ഏകദേശം 30 ഡിഗ്രിയിൽ താഴെ ആകുമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടും പരിസ്ഥിതി സൗഹൃദ വികസന പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിയും ഒരു സുഖകരമായ ഒരു അന്തരീക്ഷ അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയം എല്ലാവരുടെയും വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് ഇന്ന് യൂണിസെഫും കേലാംസും കൂടെ നമ്മളത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ യോഗത്തിന്റെ ഓപ്പണിംഗ് റിമാർക്സ് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ ഷാജി C. ബേബി അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ സെഷൻ നടത്തുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടി. കുസാറ്റിലെ സയന്റിസ്റ്റ് ആയ ഡോക്ടർ MG മനോജ് ആണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശസ്ത പപ്പറ്ററായ ശ്രീ വിനോദ് നാരായണത്തിന്റെ പപ്പറ്റ് ഷോ ഉണ്ട്. അതായത് എങ്ങനെ ഈ വിഷയത്തെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം, ആകർഷിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി പ്രോഗ്രാം തന്നെ ആയിരിക്കും. അദ്ദേഹത്തെയും ഈ ഒരു യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് കേലാംസിന്റെ ഡയറക്ടർ ശ്രീ GP ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഓൺലൈൻ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾക്കും എല്ലാം ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ. നന്ദി സർ. ആമുഖ പ്രസംഗത്തിനായി
നിയമസഭാ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി അവർകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാജി സാർ. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. സോറി, ഷാജി സാറിന്റെ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് കേൾക്കുന്നില്ല, ഓഡിയോ ക്ലിയർ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അടുത്ത സെഷനിലോട്ട് പോവാം. സ്വാഗതം. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ സെഷൻ ഒരു ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ്. രണ്ടുപേർ തമ്മിലുള്ള ചോദ്യോത്തര രീതിയിലാണ് ഇത് നടക്കുന്നത്. അതിനായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥികളെ പരിചയപ്പെടാം. ആദ്യമായി കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ചിലെ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ മനോജ് എം ജി അവർകൾ. ഇൻസ്പയർ ഫാക്കൽറ്റി ഫെലോഷിപ്പ്, ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പോലുള്ള നിരവധി സ്കോളർഷിപ്പുകളും അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുള്ള ഇദ്ദേഹം ഐസർ ഭോപ്പാൽ, NIT റൂർക്കി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലെ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗവുമാണ്. സാറിനെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ വിനോദ് നരനാഥ്. 1987 ഒരു മജീഷ്യനായി കലാജീവിതം ആരംഭിച്ച ശ്രീ വിനോദ് നരനാഥ് 1990 മുതൽ കിറ്റി എന്ന പേരുള്ള സംസാരിക്കുന്ന കുരങ്ങുപാവയുമായി സാമൂഹ്യ ബോധവത്കരണ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരള കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി 72 വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ ഇദ്ദേഹം ഇതിനോടകം 20,000 പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. മലയാളത്തിലെ എല്ലാ പ്രധാന ടെലിവിഷൻ ചാനലുകളിലും ഇംഗ്ലീഷിലെ 7 ടെലിവിഷൻ ചാനലുകളിലും ഇന്ത്യക്ക് പുറത്ത് 9 രാജ്യങ്ങളിലും 3 ഭാഷകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ വിനോദ് നരനാഥിന് 2005 സാക് അവാർഡും 2011 YCC അവാർഡും 2014 നാഷണൽ യൂത്ത് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ബീറ്റ് ദ ഹീറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറേ, അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാം. എനിക്കും കേൾക്കാം അല്ലേ? ഞങ്ങള് ശംഖുപുരത്താണ്, പ്രോഗ്രാമിലായിരുന്നു. ഇവിടെ ലൈറ്റ് ഇത്തിരി കുറവുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ലൈറ്റ് വെച്ചിട്ട് ചെയ്ത് നല്ല ഫുൾ സിഗ്നലൊക്കെ ഉണ്ട്. ഞാൻ കേറാനായിട്ട് ഇത്തിരി താമസിച്ചു. സോറി എന്തിനാ സോറി? ട്രൈ ചെയ്തില്ല സോറി അല്ലേ? നമുക്ക് കുറച്ചും കൂടി ഒന്ന് സൗണ്ട് കിട്ടുമോ? കുറച്ചൊരു ഫീബിൾ ആയിരുന്നു. ഏതിലാണ്, എന്റെ ആണോ? അതെ കേൾക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇത് എനിക്ക് തോന്നുന്നത് ഫുള്ളാണ്. ഇവിടെ സിഗ്നൽ ഫുള്ളാണല്ലോ. കേൾക്കാം, കുഴപ്പമില്ല. മനോജ് സാറും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പോ കിറ്റിക്ക് ചോദിക്കാനുള്ള അവസരമാണ്.
നമുക്കിതൊരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ചോദിക്കണം അല്ലേ? ചോദിക്കാലോ. ചോദിച്ചോ, കിറ്റി ചോദിച്ചോളൂ. മ്യൂട്ടായി പോയി, കിറ്റി മ്യൂട്ടായി പോയി. ആവുന്നല്ലേ? ഇപ്പൊ ശരി. ഫോണിൽ കൂടിയാണിത്. ഇപ്പൊ ശരിയായി, ചോദിച്ചോളൂ. ഭയങ്കര ചൂടാണല്ലേ? അപ്പൊ ചൂടത്ത് എന്താ ചെയ്യണ്ടേ? എന്ത് കുടിക്കണം അല്ലേ? ചൂടാകുമ്പോ നമ്മൾ സാധാരണ എന്താ ചെയ്യണേ? വെള്ളം കുടിക്കും. എന്ത് വെള്ളം കുടിക്കണേ? അയ്യോ, കോള കുടിക്കുമോ? പിന്നെ നാരങ്ങ വെള്ളം കുടിക്കും. സംഭാരം. ഓക്കെ. സംഭാരം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? മോര് കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലേ? സംഭാരം കുടിക്കും. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കും. അങ്ങനെ പലതരം ഡ്രിങ്കുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ, അതായത് നമ്മുടെ ശരീരത്തിന് പരമാവധി ഇണങ്ങിയ, നമ്മുടെ കേരളത്തിലെ നമ്മുടെ കാലാവസ്ഥയ്ക്കും കൂടി ഇണങ്ങിയ അല്ലേ? അതെന്താണെന്ന് പറഞ്ഞുതരാമോ? അതെന്താണ് നമ്മൾ പൊതുവെ വിദ്യാർത്ഥികളും എല്ലാം ഉപയോഗിക്കേണ്ടത് അല്ലേ? വിദ്യാർത്ഥികൾക്കാണ് പ്രശ്നം. എന്താ? പരീക്ഷയല്ലേ? പരീക്ഷയൊക്കെ ആണല്ലേ? ഓക്കെ. ഒന്ന് പറഞ്ഞുതരുമോ? ഡോക്ടർ മനോജ്. സാറിന് കാണുന്നില്ല അല്ലേ? അയ്യോ, ഇതിൽ ഒരേ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? നമസ്കാരം. അപ്പൊ വളരെ ആകർഷകമാണ് പരിപാടി. കുട്ടികളെ വളരെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ഒരു ഈ പാവയുമായി വന്നിട്ടുള്ള ശ്രീ വിനോദ് അവർകളെ ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനും നമുക്ക് ഇതൊരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമില് ചൂട് നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തില് തൊട്ടാൽ ഉരുകുന്ന ചൂട് അതുപോലെയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മള് ചൂടായാല്, ചില ആൾക്കാർ ചൂടായാല് ഒരു കൺട്രോളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രകൃതിയും ചൂടായിരിക്കുകയാണ്. ഏകദേശം ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ ചൂടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട വശം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, പരീക്ഷാകാലമാണ്. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ആദ്യം പറയാനുള്ളത്, പല തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പടരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അത് വെള്ളത്തിലൂടെയും അതുപോലെ വായുവിലൂടെയും ഒക്കെ, പ്രത്യേകിച്ച് ചെങ്കണ്ണ് പോലെയുള്ള, ചിക്കൻ ബോക്സ് ഇതുപോലെയുള്ള പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അവർ സ്വയമേ ഒന്ന് ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേന്ദ്രത്തിലേക്ക് മാറണം. മറ്റുള്ളവർക്ക് നമ്മൾ മുഖാന്തരം അത് പടരുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ചൂട് സംബന്ധിച്ച് പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും, പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് സൂര്യാഘാതം, അല്ലെങ്കിൽ സൂര്യാതപം, ഹീറ്റ് സ്ട്രോക്ക്, സൺസ്ട്രോക്ക്, സൺബേൺ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം മാത്രം പറയാം. നമ്മൾ ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അത് അന്തരീക്ഷത്തില് നമ്മൾ സാധാരണ അന്തരീക്ഷ വായുവില് നമ്മളുടെ ഒരു 2 മീറ്റർ എയർ ടെമ്പറേച്ചർ, അതാണ് നമ്മൾ അനുഭവിക്കുന്ന എയർ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ സമതലങ്ങളിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ പോവുകയും ആ പ്രദേശത്ത് നമ്മൾ ഇതുവരെ ആ സീസണിൽ അനുഭവിക്കുന്ന സാധാരണ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടെമ്പറേച്ചറിനേക്കാൾ ഒരു 4.5 ഡിഗ്രി സെൽഷ്യസിൽ അധികമാവുകയും ചെയ്യുമ്പോൾ, അങ്ങനെ തുടർച്ച 2 ദിവസം 2 അടുത്തടുത്തുള്ള സ്റ്റേഷനുകളിലാകുമ്പോൾ അതിനെയാണ് നമ്മൾ ഹീറ്റ് വേവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു താപതരംഗമായിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഈ ചൂട് കടന്നു വരികയാണ്. അപ്പോൾ അതിന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകുമ്പോഴും അതുപോലെ
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ നിന്ന് ഒരു 4.5 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആകുമ്പോഴും ഈ രണ്ട് കണ്ടീഷൻസും കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്താലാണ് അതിന് ഹീറ്റ് വേവ് എന്ന് പറയുക. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ വായുവിന്റെ ടെമ്പറേച്ചറും നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ടെമ്പറേച്ചറും രണ്ടും വ്യത്യസ്തമാണ്. വായുവിന്റെ ടെമ്പറേച്ചർ എന്നുള്ളത് സൂര്യപ്രകാശം ഭൂമിയിലെത്തി ഭൂമിയുടെ പുറന്തോട് ചൂട് പിടിച്ച് അതിനുശേഷം ഭൂമി ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബഹിരാകാശത്തേക്ക് വികിരണം ചെയ്യും. അങ്ങനെ വികിരണം ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചാണ് അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്നത്. അപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വായുഭാഗമാണ് ആദ്യം ചൂട് പിടിക്കുക. അതിനുശേഷം മേലേക്ക് ഇങ്ങനെ ക്രമാനുഗതമായി ചൂട് പിടിച്ചു വരികയാണ് ചെയ്യുക. മനുഷ്യരുടെ ഉയരം ഏകദേശം ഒരു 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 മീറ്റർ എയർ ടെമ്പറേച്ചർ ആണ് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത്. അത് അവിടെയുള്ള വായുവിന്റെ ടെമ്പറേച്ചറാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത, ശരീരം ഈ വായുവിന്റെ ടെമ്പറേച്ചർ മാത്രമല്ല ഫീൽ ചെയ്യുന്നത്, ഈ വായുവിൽ ഇഷ്ടംപോലെ നീരാവിയുണ്ട്. അപ്പൊ നമുക്കറിയാം നീരാവി എന്ന് പറഞ്ഞാൽ അത് ഒരു ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, വാതക രൂപത്തിലാണ്. വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ വെള്ളത്തെ നന്നായി ചൂട് പിടിപ്പിച്ചാൽ മാത്രമാണ് അത് നീരാവിയായി മാറുക. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണല്ലോ വെള്ളം ശരിക്കും തിളച്ച് ആവിയായി നീരാവിയായി മാറും. അപ്പോൾ ഒരു 100 ഡിഗ്രിയുള്ള വെള്ളവും 100 ഡിഗ്രിയുള്ള നീരാവിയും തമ്മിൽ ചൂട് കൂടുതൽ നീരാവിക്കാണ്. കാരണം അതിൽ വാതക സ്റ്റേറ്റിലേക്ക് മാറുന്നതിന് വേണ്ടി ലേറ്റന്റ് ഹീറ്റ് അല്ലെങ്കിൽ ലീനതാപം കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് ആഗിരണം ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ഹീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നീരാവി കൊണ്ട് പൊള്ളുന്നത് സാധാരണ ചൂടുവെള്ളം കൊണ്ട് പൊള്ളുന്നതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായിരിക്കും. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഈ എയർ ടെമ്പറേച്ചർ കൂടാതെ നീരാവിയുടെ അംശം കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുക എന്ന് പറയാം. ഇപ്പൊ കോസ്റ്റൽ ഏരിയയിൽ തീരപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കടൽ കൂടി നല്ല ചുട്ടുപഴുത്ത് കിടക്കുന്നത് കൊണ്ട് ഒരുപാട് നീരാവിയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവും. അപ്പൊ ഈ നീരാവിയുടെ ചൂട് കൂടി നമ്മുടെ ശരീരം അനുഭവിക്കുന്നുണ്ട്. അപ്പോ എയർ ടെമ്പറേച്ചറും നീരാവിയുടെ ഈ അളവും കൂടി രണ്ടും കൂടി ചേർത്തുകൊണ്ട് സംയുക്തമായി നമ്മൾ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കും. അതിനെയാണ് ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയാം. ആ ഹീറ്റ് ഇൻഡെക്സ് സാധാരണ എയർ ടെമ്പറേച്ചറിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ സാധാരണ മാക്സിമം ടെമ്പറേച്ചർ പല സ്ഥലങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവ് 50% കൂടിയാണ് എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ടെമ്പറേച്ചർ ഏകദേശം 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 38 അല്ല, 45-നടുത്തായിരിക്കും. ഇനി എയർ ടെമ്പറേച്ചർ 38 തന്നെ, പക്ഷെ നീരാവി 50% എന്നുള്ളതിൽ നിന്ന് ഒരു 10% കൂടി വർദ്ധിച്ച് 60% ആയാൽ അപ്പോ 50 ഡിഗ്രി സെൽഷ്യസിനടുത്ത് 48-50 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് നമ്മുടെ ശരീരം അനുഭവിക്കുന്ന താപം. അതിനെയാണ് ഫീലിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അന്തരീക്ഷത്തിൽ നീരാവി കൂടിയാൽ ആ നീരാവി കൊണ്ടുള്ള ഒരു പുഴുങ്ങുന്ന ഒരു ഫീല് നമുക്ക് വരും. നമ്മുടെ ശരീരം വേർക്കാൻ തുടങ്ങും. ശരീരം എങ്ങനെയെങ്കിലും ശരീരത്തിൽ സ്വയം താപം നിയന്ത്രിക്കുന്നതിനുള്ള ചില സംവിധാനങ്ങളുണ്ട് സ്വയം നമ്മുടെ ശരീരത്തിൽ. അത് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം റേറ്റ് മാറ്റിമറിച്ചുകൊണ്ടാണ് ശരീരം ഇങ്ങനെ ഈ സ്വയം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ചൂടിങ്ങനെ വല്ലാതെ കൂടിയാൽ നമ്മുടെ മെറ്റബോളിസത്തിന്റെ റേറ്റ് ഒക്കെ മറിയും. ശരീരത്തിന് സ്വയം ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ആ കഴിവ് നഷ്ടപ്പെടും. ഹൈപ്പർ തെർമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം പോകും. അങ്ങനെ പോയാൽ അതിന്റെ പ്രത്യാഘാതം ചിലപ്പോൾ ഗുരുതരമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ശിശുക്കൾ, ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവർക്കൊക്കെ ഈ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും അതുമായി ബന്ധപ്പെട്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് പറയാം എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെന്നും അതിന് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷാ കാലമായതുകൊണ്ട് തന്നെ അകത്തും പുറത്തും നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളം ശരിക്കും കുടിക്കാൻ വിട്ടുപോകും.
ചിലപ്പോൾ വെയിലത്തിറങ്ങി കളിച്ചു വന്നിരിക്കും. ഷെയ്ഡുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി നിൽക്കണം. അതുപോലെ നല്ല വായുസഞ്ചാരമുള്ള, എന്ന് പറഞ്ഞാൽ ചൂടുവായുവല്ല, കുറച്ച് തണുത്ത വായുസഞ്ചാരമൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വേണം പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ആമുഖത്തോടു കൂടി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ സാർ. ഹലോ, സാധാരണ ചൂട് വരുന്നത്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, സാധാരണ ചൂട് വരുന്നത് ഏപ്രിൽ മാസത്തിലാണല്ലോ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ നമുക്ക് ചൂട് കൂടുതലായിട്ട് വരുന്നത്. മറ്റു സമയത്തൊക്കെ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചൂട് കിട്ടാനുള്ളത്, ഈ ചൂട് കൂടുതലാകാനുള്ള കാരണം? ഇത് വളരെ നല്ല ചോദ്യമാണ്. ആദ്യം പണ്ടത്തെ കാര്യം നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം, ഭൂമിയുടെ അച്ചുതണ്ട് ഏകദേശം 23.5 ഡിഗ്രീസ് ചെരിഞ്ഞിട്ടാണുള്ളത്. സൂര്യന്റെ അച്ചുതണ്ടുമായി നോക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ്, ഇത് സൂര്യന്റെ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ഭൂമിയുടെ ആക്സിസ്. ഒരു 23.5 ഡിഗ്രി ഇങ്ങനെ നേരെയല്ല, പാരലല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ ഇത്തിരി ചെരിഞ്ഞിട്ടാണുള്ളത്. ഇങ്ങനെ ചെരിഞ്ഞ് ഈ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ ഭാഗമായി 6 മാസം നമ്മുടെ ഉത്തരാർദ്ധഗോളം സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുകയും അടുത്ത 6 മാസം ദക്ഷിണാർദ്ധഗോളം സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അർത്ഥം, സൂര്യന്റെ സ്ഥാനം 6 മാസം ഉത്തരാർദ്ധഗോളത്തിലും 6 മാസം ദക്ഷിണാർദ്ധഗോളത്തിലും ആയിരിക്കും. ഇതില് മാർച്ച് മാസവും സെപ്റ്റംബർ മാസവും വളരെ പ്രധാനപ്പെട്ടാണ്. ആ സമയത്താണ് സൂര്യൻ കൃത്യം ഭൂമധ്യരേഖയുടെ മേലെ എത്തുക. ഈ വർഷമാണെങ്കിൽ മാർച്ച് 20-ാം തീയതി ആയിരുന്നു അത്, 2 ദിവസം മുന്നേ. ഇനി സൂര്യൻ മെല്ലെ ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കും. 23.5 ഡിഗ്രി നോർത്തിലേക്ക് സഞ്ചരിച്ച് ജൂൺ 22-ാം തീയതി ഉത്തരായനത്തിലെത്തും. അതിനുശേഷം മെല്ലെ തിരിച്ച് നമ്മുടെ ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോ സെപ്റ്റംബർ മാസം ഒരു 3 മാസം എടുക്കുക. അങ്ങോട്ട് പോകാൻ 3 മാസം, തിരിച്ച് ഇങ്ങോട്ട് വരാനും 3 മാസം. സെപ്റ്റംബർ മാസം ആകുമ്പോൾ ആദ്യേ ഈ ഇക്വേറ്ററിന്റെ മുകളിൽ ഭൂമധ്യരേഖയിലെത്തും. അപ്പൊ ഈ 6 മാസക്കാലം സൂര്യന്റെ പൊസിഷൻ ഏകദേശം ഉത്തരാർദ്ധഗോളത്തിന് മേലെ ആയിരിക്കും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഉത്തരാർദ്ധഗോളത്തിലുള്ളവരാണ്. പ്രത്യേകിച്ച് ഭൂമധ്യരേഖയോട് ചേർന്ന ട്രോപ്പിക്കൽ മേഖല അല്ലെങ്കിൽ ഉഷ്ണമേഖലയിൽ കിടക്കുന്നവരായതുകൊണ്ട് സൂര്യപ്രകാശം, ഈ സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മേലെ വരുമ്പോൾ സൂര്യപ്രകാശം ലംബമായി കുത്തനെ നമ്മുടെ ഭൂമിയിൽ പതിക്കും. അപ്പൊ അങ്ങനെ ലംബമായി പതിക്കുന്ന സ്ഥലത്ത് സൂര്യപ്രകാശത്തിന്റെ തീവ്രത കൂടുതലും, എവിടെയാണോ ചെരിഞ്ഞു പതിക്കുന്നത് അവിടെ സൂര്യപ്രകാശത്തിന് തീവ്രത കുറവായിരിക്കും. അത് ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും ഇപ്പൊ ചെരിഞ്ഞു പതിക്കുക. അതുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നമുക്ക് ക്ഷമിക്കണം, ഇപ്പൊ ജസ്റ്റ് ഭൂമധ്യരേഖയുടെ മേലെ എത്തിയതേ ഉള്ളൂ. ഉത്തരാർദ്ധഗോളത്തിന്റെ തന്നെ ഏറ്റവും വടക്ക് പോളാർ റീജിയനിലേക്ക്, ഈ ധ്രുവ പ്രദേശങ്ങളിലേക്കൊക്കെ സൂര്യപ്രകാശം ചെരിഞ്ഞേ പതിക്കുന്നുള്ളൂ. അവിടെ അതുകൊണ്ട് തണുപ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യന്റെ പൊസിഷൻ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ കറക്റ്റ് കേരളത്തിന്റെ മേലെ എത്തും. നമ്മുടെ വിഷു എന്ന് പറയുന്നത് ആ സമയത്താണ്, ഏപ്രിൽ പകുതിയോടുകൂടി. അപ്പോ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല ചൂട് വരും. ശരിക്കും ജൂണിലും നല്ലപോലെ ചൂട് അനുഭവപ്പെടേണ്ടതാണ് കേരളത്തിൽ. പക്ഷേ ആ സമയത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മറ്റൊരു പ്രതിഭാസം നമ്മളെ ഈ ചൂടിൽ നിന്ന് തടയും. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചൂട് അപ്പോൾ 42-ഉം 45-ഉം ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പക്ഷെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന കേരളവും തമിഴ്നാടും കർണാടകം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ആ സമയം മെയ് അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരത്തോടുകൂടി മൺസൂൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കടന്നു വരികയും വലിയ രീതിയിൽ ക്ലൗഡ് കവർ ഉണ്ടാവുകയും ചെയ്യും, മഴയുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായ ചൂടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, നല്ല മഴക്കാലം ആസ്വദിക്കുകയും ചെയ്യും. ഇപ്പൊ പൊതുവിൽ ഇതാണ് സ്ഥിതിയെങ്കിലും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, മാർച്ചിൽ ഉണ്ടാവേണ്ട ചൂട് ഫെബ്രുവരി മാസം മുതലേ നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് ഈ വർഷം ഫെബ്രുവരി മുതൽ ചൂട് വന്നു. അതിനൊരു കാരണം ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന എൽ നിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൽ നിനോ എന്ന് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്പാനിഷ് വാക്കാണത്. അതിന്റെ അർത്ഥം ആൺകുട്ടി എന്നുള്ളത് എന്നാണ്, ലിറ്റിൽ ബോയ്.
അപ്പോ അത് ക്രിസ്മസ് സമയത്തോടനുബന്ധിച്ച് പസഫിക് സമുദ്രത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ തെക്കേ അമേരിക്കൻ സംസ്ഥാനമായ പെറുവിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിൽ അസാധാരണമായ വിധത്തിൽ പസഫിക് സമുദ്രം ചൂടുപിടിക്കും. അപ്പൊ അങ്ങനെ ചൂട് പിടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചു ഈ ചൂടിന്റെ ഒരു ഏറ്റവും കൂടുതൽ മാക്സിമം ചൂട് അനുഭവപ്പെടുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പൊ ഇത് ഉണ്ണിയേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ദൈവിക പ്രതിഭാസമാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് അവര് ഉണ്ണിയേശു എന്ന് സൂചിപ്പിക്കുന്ന ലിറ്റിൽ ബോയ് എന്നുള്ള സ്പാനിഷ് വാക്ക് എൽ നിനോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പൊ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് അസാധാരണമായി കടൽവെള്ളം ചൂടുപിടിക്കും. അത് 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ, സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 26-27 എന്നുള്ളതിൽ അതിൽ നിന്ന് 4-5 ഡിഗ്രി വർദ്ധിച്ച് 30-32 ഡിഗ്രി സെൽഷ്യസ് വരെ ആവും. അപ്പൊ എത്രത്തോളം തീവ്രതയിൽ ചൂട് കൂടുന്നോ അത്രത്തോളം തീവ്രതയിൽ അവിടുത്തെ വായു, ആ കടലിന് തൊട്ട് മേലെയുള്ള വായു ഉയർന്നു പൊങ്ങി അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും അതിഭയാനകമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മഴ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ മഴ ലഭിക്കാതാവുകയും ലഭിക്കാതിരുന്ന പ്രദേശങ്ങളിൽ അധികമായി ലഭിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിൽ തകിടം മറിയും. അപ്പോൾ ഈ അന്തരീക്ഷ മർദ്ദം ഇങ്ങനെ മാറുന്നത് പസഫിക് സമുദ്രത്തിൽ മാത്രമല്ല, പസഫിക് സമുദ്രത്തില് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കടൽവെള്ളം ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്നത്. ആ ചൂട് പിടിച്ച കടലിൽ നിന്ന് എത്രത്തോളം നീരാവി മേലേക്ക് പൊങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ആ നീരാവിയിൽ എത്രത്തോളം ലേറ്റന്റ് ഹീറ്റ് അല്ലെങ്കിൽ ലീനതാപം ഉണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് ഒരു 10,000 1000 എന്താ പറയുക, ആറ്റം ബോംബ് പൊട്ടിച്ചാലുള്ള എനർജി, അത്രമാത്രം എനർജിയാണ് വരുന്നത്. ആ ഊർജം അന്തരീക്ഷത്തിലെത്തുകയും അന്തരീക്ഷത്തിലെ മർദ്ദമേഖലകളെ ബാധിക്കുകയും ആ മർദ്ദമേഖലകളെ ബാധിച്ചാൽ നമുക്കറിയാം അതിനനുസരിച്ച് കാറ്റിന്റെ ദിശയൊക്കെ മാറി പറയും. അങ്ങനെ അതിന്റെ ഒരു അനുരണനം ഇന്ത്യയുടെ മുകളിലും ഉണ്ടായി. ഇന്ത്യയുടെ മുകളിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലുണ്ടായി. തെക്കേ ഇന്ത്യയിൽ സാധാരണ നമ്മൾ ഈ വായു ഇങ്ങനെ വെറുതെ ഒഴുകുക മാത്രം, അല്ലെങ്കിൽ കാറ്റ് വീശുക മാത്രമല്ല ചെയ്യുക, ചെറിയ ചെറിയ ചുഴികൾ പോലെ കറങ്ങും. അത് ചെറിയ ചുഴിയല്ല, തെക്കേ ഇന്ത്യ മുഴുവനും വ്യാപിക്കുന്ന രീതിയിലുള്ള ചുഴികളുണ്ട്. അപ്പൊ ഈ കറക്കം, വായുവിന്റെ കറക്കം 2 തരത്തിലുണ്ട്. ഒന്ന് അത് ക്ലോക്ക് കറങ്ങുന്ന ദിശയിലാവാം, അല്ലെങ്കിൽ ക്ലോക്കിന് വിപരീത ദിശയിലാവാം. ക്ലോക്ക് കറങ്ങുന്ന ദിശയിലാണ് വായു കറങ്ങുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള സംവഹന പ്രക്രിയ നടക്കുകയും മഴമേഘങ്ങളൊക്കെ രൂപപ്പെടുകയും ചെയ്യും. പക്ഷേ ക്ലോക്ക് കറങ്ങുന്ന അതേ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ അവിടെ ഒരിക്കലും മഴമേഘങ്ങൾ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ആ മേൽത്തട്ടിലുള്ള വായു താഴേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. നമുക്കറിയാം, ഒരു സൈക്കിൾ പമ്പ് എടുത്തിട്ട് നമ്മൾ കാറ്റടിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ആ പിസ്റ്റണിൽ നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ പിസ്റ്റൺ നല്ല ചൂടാവില്ലേ? കാരണം ഈ മേലെയുള്ള വായുവിനെ നമ്മളിങ്ങനെ പിസ്റ്റൺ കൊണ്ട് കംപ്രസ് ചെയ്യാണ്. അപ്പോൾ ഒരു ചൂടാവും. അങ്ങനെയുള്ള ഒരു തരം ചൂട് ഈ തെക്കേ ഇന്ത്യയുടെ മുകളിൽ ഉണ്ടായി. കാരണം അസാധാരണമായ രീതിയിലുള്ള സർക്കുലേഷൻ മാറ്റം, കാറ്റിന്റെ ദിശയിലുണ്ടായ മാറ്റം, അത് വായുവിനെ ചൂട് പിടിപ്പിച്ചു എന്ന് മാത്രമല്ല, നമുക്കറിയാം സൂര്യപ്രകാശം വരുമ്പം ഭൂമിയുടെ പുറന്തോട്ട് ചൂട് പിടിച്ച് ചൂടായ വായു മേലേക്ക് ഉയരണമല്ലോ. ആ ഉയരുന്നതിനെ തടയുകയും ചെയ്യും. 2 പ്രതിഭാസമാണ്. ഒന്ന്, ചൂട് പിടിച്ച വായുവിനെ മേലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അതോടൊപ്പം മേലെയുള്ള വായുവിനെ താഴേക്ക് അമർത്തിപ്പിടിക്കുന്നത് കൊണ്ടുള്ള സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അധിക താപനം ഉണ്ടാകുകയും ചെയ്യും. ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ തെക്കേ ഇന്ത്യയുടെ മുകളിൽ അസാധാരണമായ രീതിയിലുള്ള സർക്കുലേഷൻ മാറ്റങ്ങൾ എൽ നിനോ മൂലമുണ്ടായി. ഇത് ഒരു കാരണം മാത്രമാണ്. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ആഗോളതാപനം. നമുക്കറിയാം, ആഗോള അടിസ്ഥാനത്തിൽ ഭൂമി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനവും നമ്മുടെ ഇന്ത്യയുടെ മുകളിലുണ്ട്. ഇതുകൂടാതെ വേറെ ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ നിർമ്മാണ മേഖലയുടെ ഭാഗമായി ഒരുപാട് മരങ്ങൾ, ഇപ്പൊ ദേശീയപാതയുടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് സ്വാഭാവികമായ തണൽ മരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ദേശീയപാത മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഈ അതാത് ലോക്കലിലുള്ള മരങ്ങളും അതുപോലെ ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെ നികത്തുന്നത്, അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ക്രമാനുഗതമായി പല വർഷങ്ങളിലായി നമ്മൾ ഇങ്ങനെ നികത്തി പച്ചപ്പ് കുറഞ്ഞു എന്ന് മാത്രമല്ല, അവിടെയൊക്കെ കോൺക്രീറ്റും ടാറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രകൃതിയുടെ ഈ പ്രതലത്തെ മോഡിഫൈ ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, ടാർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ടാർ റോഡിൽ ഒന്ന് ചെരുപ്പിടാതെ നിങ്ങൾ നട്ടുച്ചയ്ക്ക് പോയി നിന്ന വിവരം അറിയും. ടാർ ഇങ്ങനെ ഉരുകിയിട്ട് ഏതാണ്ട് തിരമാല പോലെ റോഡിൽ കിടക്കുന്ന കാണാം, പല സ്ഥലങ്ങളിലും നോക്കിയാൽ അറിയാം. അപ്പൊ ഈ ടാറ് കറുത്ത വസ്തു ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ചൂടിനെ ഉൾക്കൊള്ളാനും അതിന് ചുറ്റുമുള്ള പ്രദേശത്തേക്ക് ചൂട് പിടിപ്പിക്കാനും പറ്റും.
ഇപ്പൊ സിറ്റി പ്രദേശങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സിറ്റിയുള്ള പ്രദേശമാണ്. എല്ലാ സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. പച്ചപ്പ് കുറയുകയും കോൺക്രീറ്റ് വനങ്ങൾ കൂടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ലോക്കൽ ആയിട്ടുള്ള ഈ താപനം വർദ്ധിക്കുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ പലപ്പോഴും നഗര താപത്തുരുത്തുകൾ എന്ന് പറയും. നഗരപ്രദേശങ്ങൾ അതിന്റെ റൂറൽ ഏരിയയെ അപേക്ഷിച്ച്, ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചൂടായിരിക്കും. അപ്പം ഈ അർബൻ ഹീറ്റ് ഐലൻഡ് അല്ലെങ്കിൽ നഗര താപത്തുരുത്തുകൾ, അതുപോലെ ആഗോളതാപനം, എൽനിനോയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റം, അതോടൊപ്പം നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടല് ചുട്ടുപഴുത്തിരിക്കുകയാണ്. സാധാരണ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ടെമ്പറേച്ചറിനേക്കാൾ 1 മുതൽ 1.5, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായിട്ടാണ് കടൽ വെള്ളം ചൂട് പിടിച്ച് കിടക്കുന്നത്. ഇപ്പൊ ചൂടുവെള്ളം ഇങ്ങനെ ചതുരശ്ര കിലോമീറ്റർ കണക്കിന് കിടക്കുകയാണ്. അവിടെ നിന്നുള്ള ചൂടിന്റെ പ്രവാഹം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ വലിയ ഒരു ഹീറ്റാണ്. അതാണ് പല ജില്ലകളിലും 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് നിർദ്ദേശം നൽകുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ആഗോളവും പ്രാദേശികവുമായ കാരണങ്ങളാണ് നമ്മുടെ ഈ ചൂട് കൂട്ടുന്നത് എന്ന് ചുരുക്കി പറയും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഒരു സംശയമുണ്ടല്ലേ? ആ എന്താണ് സംശയം? ചോദിച്ചോളൂ. ചോദിക്കാം. നമ്മള് കേരളത്തിൽ പല ജില്ലകളിലും ചൂട് കൂടി വരുന്നു. ചില ജില്ലകളിൽ മാത്രം ചൂട് കൂടുതലായിട്ടും ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ ചൂട് കുറവായിട്ടും വരുന്നല്ലേ? നല്ല ചോദ്യം. മരങ്ങൾ കുറവായതുകൊണ്ടാണ്. നല്ല ചോദ്യമാണ്. ഒരു ആൻസർ ഞാൻ ഇപ്പൊ പറഞ്ഞതിനകത്തുണ്ട്. എല്ലാ ജില്ലകളിലും ഒരുപോലെയല്ല നമ്മൾ മനുഷ്യൻ ഇടപെടുന്നത്, ഒന്നത്. രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട്. പല ജില്ലകളിലും നമുക്ക് താപമാപിനികൾ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനുള്ള സംവിധാനം ചില സ്ഥലങ്ങളിൽ വളരെ കൂടുതലും ചില സ്ഥലങ്ങളിൽ വളരെ കുറവുമാണ്. അപ്പോ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 100 അത്തരത്തിലുള്ള പുതിയ മാപിനികൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഡേറ്റ കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഡേറ്റ നമുക്ക് അങ്ങനെ വെറുതെ ഉപയോഗിക്കാൻ പറ്റില്ല, കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ആ തരുന്ന ഡേറ്റ കൃത്യമാണ് എന്ന് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. മറ്റ് സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ പുതിയ ഡേറ്റ ഉപയോഗിക്കുന്നില്ല. പക്ഷെ പഴയ ഡേറ്റ അല്ലെങ്കിൽ പഴയ സെൻസറുകൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആകെ 10-11 സ്റ്റേഷനുകളിൽ നിന്നുള്ള ഡേറ്റ മാത്രമാണ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതിനേക്കാൾ കൂടുതൽ ചൂട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ല എടുത്തോ, തിരുവനന്തപുരത്ത് ഇപ്പോൾ അവർ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ കൂടിയ ചൂട് അനുഭവപ്പെടുന്ന വേറെ ഏതെങ്കിലും പ്രദേശം ഉണ്ടാവാം. അവിടെ കാലാവസ്ഥാ മാപിനികൾ അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള മെഷർമെന്റ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ആ ചൂടിനെ കുറിച്ച് പുറം ലോകം അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ജില്ലകളിൽ ഇങ്ങനെ ചൂട് കൂടുന്നത്. പക്ഷേ ആക്ച്വലി ആ ജില്ലയേക്കാൾ ചൂട് കൂടുന്ന മറ്റ് പ്രദേശങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ഇന്ന് കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും, ഞാൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അറിയാം ഇന്ന ജില്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ ജില്ലകളും ഒന്നിന് മറ്റൊന്നിനെ മറികടക്കുന്ന രീതിയിലുള്ള താപനത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഏത് ഭാഗത്താണ്, ഈ ജില്ലയുടെ ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിറ്റിയുടെ മധ്യത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ചൂട് വളരെ കൂടുതലായിട്ട് സൂചിപ്പിക്കും. അതേസമയം സിറ്റിക്ക് പുറത്ത് ഒരു നാട്ടിൻപുറത്തിലോ അല്ലെങ്കിൽ നല്ല പച്ചപ്പൊക്കെയുള്ള ഏരിയയിലോ ആണ് എങ്കിൽ അത്ര ചൂട് കാണിക്കില്ല. അപ്പൊ നമ്മൾ യൂണിഫോമായി എല്ലാ സ്ഥലത്തും വെക്കുന്നത് വരെ ഈ ചില ജില്ലകൾ എന്നുള്ളത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷമേ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം സംശയം മാറി കിട്ടിയോ? ഇനിയുണ്ടോ സംശയം? ചോദിച്ചോളൂ. അതെന്താ? നമ്മുടെ പുഴകൾ അല്ലേ, ഡാമുകൾ. നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഡാമുകൾ നമ്മുടെ ചൂട് കൂടുന്നതിന് സഹായിക്കുവാണോ, ഇതിന് ചൂട് കുറയ്ക്കുവാണോ ഡാമുകൾ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം അല്ലേ? അതെനിക്ക് മാത്രമല്ല, എനിക്കുണ്ട്. അത് വളരെ വളരെ നല്ല ചോദ്യമാണ്. ആദ്യം
ഒരു കാര്യം പറയാം, ഈ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണല്ലോ നമ്മൾ ഇപ്പോ ഡാമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടുകൂടി മരങ്ങൾ പോയതോടുകൂടി കുറച്ച് ചൂട് കൂടും, അത് സ്വാഭാവികമാണ്. പക്ഷേ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരു കരപ്രദേശവും ഒരു വെള്ളക്കെട്ടുള്ള പ്രദേശം, അല്ലെങ്കിൽ ഒരു സമുദ്രമോ ഡാമോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള 2 സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് ചൂട് പിടിക്കില്ല, അതേസമയം കര പെട്ടെന്ന് ചൂട് പിടിക്കും. കര നമ്മുടെ ഇരുമ്പ് പോലെയാ, ഒരു ചെറിയ തീ കൊടുത്താൽ അപ്പൊ തന്നെ ചൂടാവും. വെള്ളം കുറേ നേരം കഴിഞ്ഞേ ചൂടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ എഫക്റ്റ് വളരെ മെല്ലെ നമ്മൾ അനുഭവിക്കുള്ളൂ. അതിനുശേഷമാണ് അതിന്റെ മേലെയുള്ള എയർ, വായു ചൂട് പിടിക്കുക. അതുകൊണ്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞ്, ഇപ്പൊ രാത്രി ആവുമ്പോ എന്താ സംഭവിക്കുക? പകല് കര പെട്ടെന്ന് ചൂട് പിടിക്കും, രാത്രി ആകുമ്പോൾ തണുക്കാൻ തുടങ്ങും. എന്നാൽ കടൽ വെള്ളം അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ സ്വഭാവം, വെള്ളം പകല് തണുത്ത് കിടക്കും, രാത്രിയോടുകൂടി അത് ചൂട് പിടിച്ച് എങ്ങനെ കിടക്കുക. അപ്പൊ രാത്രി മുഴുവൻ ആ ചൂട് അത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അധികമായി ചൂട് പിടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചൂടിന്റെ ടൈമിങ്ങിനെ ഇത് ഒരു ചെറിയ ഡിലേ വരുത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു സംശയമുണ്ട്. ഇനി എന്താ സംശയം? എന്താ? സൂര്യാഘാതം എന്ന് കേട്ടിട്ടുണ്ട്. ആ, സൂര്യാഘാതം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതെന്താണെന്ന് മനസ്സിലായോ? എനിക്കറിയാം, വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെ ചുവന്ന പാടുകളൊക്കെ ഉണ്ടാവും. വെയിൽ കൊള്ളുമ്പോ ശരീരത്തിൽ അവിടെ ഇവിടെ ചെറിയ ചുവന്ന പാടുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ. ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഇതെങ്ങനെയാ ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. അതാണ് വളരെ. ഇപ്പൊ സൂര്യാതപം, സൂര്യാഘാതം, ഇങ്ങനെ 2 വാക്കുകളുണ്ട്. ഏകദേശം ഒരേ മീനിങ് ആണെങ്കിലും അതിന്റെ തീവ്രതയിൽ ചെറിയ വ്യത്യാസമുണ്ട്. സൂര്യാതാപം അല്ലെങ്കിൽ സൺ ബേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ ശരീരത്തിൽ ഏൽക്കുക എന്ന് പറഞ്ഞാൽ, നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിലേറ്റാൽ ഈ സൂര്യപ്രകാശത്തില് അൾട്രാവയലറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. അപ്പൊ ഈ അൾട്രാവയലറ്റ് രശ്മികൾക്ക് കുറച്ച് ഊർജ്ജമൊക്കെ കൂടുതലുള്ളതാണ്. അത് ശരീരത്തില് കുറച്ച് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കുറച്ചു നേരം നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നല്ല തീവ്രതയുള്ള ഒരു 11 മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു 15 20 ചിലപ്പോൾ അരമണിക്കൂറൊക്കെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ നല്ല ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ മറ്റ് ഡ്രസ്സൊന്നും ഇല്ലാതെ കവർ ചെയ്യാതെ വെച്ചിരുന്നാൽ നേരിട്ട് സൂര്യപ്രകാശം അടിച്ച് ശരീരം കുമിള വെക്കും. അതാണ് ഡയറക്റ്റ് സൺബേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊന്നുണ്ട്, സൺസ്ട്രോക്ക്. അതാണ് സൂര്യാഘാതം. സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ അതിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെഡിലൊക്കെ ഇരുന്നാലും മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഓർമ്മയാണ്. ചൂട് കൂടുകയും അതോടൊപ്പം നീരാവി കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന ഒരു ടെമ്പറേച്ചർ, അതാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യാതപം അല്ലെങ്കിൽ സൺബേണിൽ സംഭവിക്കുന്നത് ഓവർ എക്സ്പോഷർ ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണ്. ശരീരത്തിൽ ചെറിയ ചെറിയ റാഷസ് വരും, റെഡിഷ്നെസ് വരും. ഈ റെഡിഷ്നെസ് വരുന്നതില് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരീരത്തിൽ കൂടുതൽ ചൂട് ഏൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരം ഈ താപത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരീരം വേർക്കുക എന്നുള്ളത്. ശരീരം വേർത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിലുള്ള ജലാംശം വേർപ്പായിട്ട് അല്ലെങ്കിൽ ആവിയായിട്ട് മാറണം. വെള്ളം ആവിയായിട്ട് മാറണമെങ്കിൽ കുറച്ച് ഊർജ്ജം ആവശ്യമാണല്ലോ, താപോർജ്ജം ആവശ്യമാണല്ലോ. ആ താപം എവിടെ നിന്ന് എടുക്കും? നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ആ താപത്തെ വലിച്ചെടുത്ത് അത് നീരാവിയായിട്ട് മാറിയിട്ട് നീരാവി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരും. അപ്പോൾ അങ്ങനെ നീരാവിയായി മാറുമ്പോൾ ശരീരത്തിൽ നിന്ന് കൂടുതൽ താപം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തോന്നും. ഇതാണ് ശരീരം പൊതുവിൽ അനുവർത്തിക്കാറുള്ള ഒരു രീതി. പക്ഷേ ഈ സൂര്യാഘാതം ഏറ്റു കഴിയുമ്പോൾ എന്താ സംഭവം? സൂര്യാഘാതത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ സൺബേൺ, സൂര്യാതപത്തിന്റെ സമയത്ത് ഇങ്ങനെ വേർക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ കൂളിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഈ വേർപ്പ് കൊണ്ട് നമ്മുടെ ശരീരം അതിനൊരു പരിധിയുണ്ട് തണുപ്പിക്കുന്നതിന്. അതിലും കൂടുതലായി കഴിയുമ്പോൾ
ശരീരത്തിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാല് ശരീരത്തിലെ ഈ ജലാംശമൊക്കെ ചെറിയ ചെറിയ കുമിളകൾ, ബ്ലിസ്റ്ററുകൾ, കുമിളകളായിട്ട് മാറും. കുമിളകളായിട്ട് മാറിയിട്ട് ശരിക്കും തീപ്പൊള്ളലേറ്റതുപോലെ നമ്മുടെ ശരീരത്തിലെ സ്കിൻ ഇങ്ങനെ കുമിളിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ റാഷസ് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൈയുടെ മുട്ടിന്റെ ഈ ഭാഗം ഇങ്ങനെ ഈ ഹൈ ഫ്രിക്ഷൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ റാഷസ് ഉണ്ടാവും. നമുക്ക് ഒരു റെഡിഷ് കളറായിരിക്കും അവിടെ ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ പൊള്ളിയ പോലെ കിടക്കും. ഓവർ താപം വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ശരീരത്തിന്റെ സ്വയം നിയന്ത്രണ സംവിധാനത്തിൽ നമുക്കത് ആ താപത്തെ തടയാൻ പറ്റില്ല. അപ്പോഴാണ് സൂര്യാതപം ഉണ്ടാവുക. സൂര്യാഘാതമാണെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമായിരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടും, ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും, നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, നിർജ്ജലീകരണം വല്ലാത്ത രീതിയിൽ സംഭവിക്കും. അതോടൊപ്പം ഈ ഹാർട്ട് ബീറ്റ് കൂടി ഒരു പരിധിക്കപ്പുറമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ട്രോക്കിലേക്ക് തന്നെ നയിക്കാം, ഹൃദയാഘാതത്തിലേക്ക് തന്നെ നയിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം പല തരത്തിലുള്ള റെമഡീസ് അല്ലെങ്കിൽ പ്രതിവിധികളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇനിയും സംശയമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഉണ്ടായാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉണ്ടായാൽ ഇതുപോലുള്ള സൂര്യാഘാതം ഇങ്ങനെ ഉണ്ടായാൽ ആദ്യം പേടിച്ചു പോകും ആളുകൾ. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്രതീക്ഷിതമായിട്ട് ശരീരം വല്ലാതെ ചുട്ടുപൊള്ളി, അവിടെ ഇവിടെ കൊമളച്ചു വന്നു അല്ലേ, കരുവാളിച്ച പാട് അല്ലേ. ഇത് ഞങ്ങൾക്ക് നേരത്തെ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് നമ്മൾ ടിവിയിലും വാർത്തകളിലാണ് കാണുന്നത്. അപ്പം പലരും അത് നേരിട്ട് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ എന്ത് ചെയ്യണം എന്നാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ശരീരത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ചെറിയ നീറുന്ന ഒരു ഫീല് വരും, ഒരു വേദന പോലെ വരും അല്ലെ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ പ്രദേശത്ത് നിന്ന് മാറുക എന്നുള്ളതാണ്. നല്ല തണലുള്ള കൂളർ എയർ ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറുക. ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി തണുത്ത വെള്ളത്തിൽ അവിടെ കഴുകുക. തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇനി തണുത്ത വെള്ളം കിട്ടിയില്ലെങ്കിൽ ഐസ് ഉണ്ടാവും, ഐസ് വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെയാണ് എങ്കിൽ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീമുകളുണ്ട്. അത്തരത്തിലുള്ള ക്രീമുകൾ പുരട്ടി നമ്മൾ നോക്കുക. പക്ഷെ നമ്മുടെ കൺട്രോളിനപ്പുറമാണ് എന്ന് വന്നാൽ ഉടൻ തന്നെ സ്വയം ചികിത്സയ്ക്കൊന്നും നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇനി വെറും സൺബേൺ അല്ല, അത് കഴിഞ്ഞ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ ചിലപ്പോൾ വായിൽ നിന്ന് നുരയും പതയൊക്കെ വരും, വല്ലാത്ത രീതിയിലാവും. അപ്പോൾ തന്നെ നമ്മൾ നല്ല ഷെയ്ഡുള്ള തണുപ്പുള്ള തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക. ഈ ഇറുകിയ വസ്ത്രങ്ങളൊന്നും ആ സമയത്ത് ധരിക്കാൻ പാടില്ല. അങ്ങനെ വേനൽക്കാലത്ത് നമുക്കറിയാം ലൈറ്റ് കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കൂടുതൽ നല്ലത്. അതിൽ തന്നെ കോട്ടൺ ആണ് ഏറ്റവും നല്ലത്. കോട്ടൺ ആകുമ്പോൾ ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ പോകാവൂ. ഇനി നമുക്ക് ഏറ്റു എന്ന് വിചാരിക്കുക. ഏറ്റു കഴിഞ്ഞാൽ തന്നെ വസ്ത്രം മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നല്ല ഈ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കോട്ടൺ വസ്ത്രങ്ങളാക്കുക. രോഗിക്ക് ചില പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ഇപ്പം ഈ എന്താ പറയാ, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് CPR പോലെയുള്ളതൊക്കെ കൊടുക്കേണ്ടി വരും. ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് വൈദ്യസഹായം നേടുക. അതാണ് നമ്മൾ തണുത്ത വെള്ളം, ഒരുപാട് തണുത്തല്ല, ഒരു നോർമൽ വാട്ടർ കൊടുക്കുക. പക്ഷെ ചില സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ആളുകൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ പിന്നെ കൊടുക്കാനൊന്നും നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കുക. അതുവരെ വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്യുക. ഞാനൊരു ആരോഗ്യ വിദഗ്ധനല്ല. ആരോഗ്യ വിദഗ്ധരോട് ചോദിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വായിച്ചറിഞ്ഞ അനുഭവം മാത്രമേ ഉള്ളൂ ഈ പ്രാഥമിക ശുശ്രൂഷകളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റി നമ്മളെ കൊണ്ട് അറിയാവുന്ന ഇതൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കടമ. പിന്നെ വേറൊരു ഘടകം, നമ്മൾ പരമാവധി ഇതിന് എക്സ്പോഷർ കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇതിലേക്ക് പോയി ഈ സൂര്യാഘാതം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അത് നമുക്കറിയാം, ഒരു പകലൊരു 11 മണിക്ക് ശേഷം നല്ല സൂര്യൻ ഇങ്ങനെ ഉച്ചസ്ഥായിലായിരിക്കും, നമ്മുടെ മേലെയായിരിക്കും, തലയ്ക്ക് മേലെയായിരിക്കും. അപ്പം സൂര്യപ്രകാശത്തിന് നല്ല തീവ്രതയുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഒരു കാരണവശാലും നമ്മളെ ഏൽക്കാൻ പാടില്ല.
അതുകൊണ്ടാണ് 11:30 അല്ലെങ്കിൽ 12 മണിയാകുമ്പം പുറത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ അത് മുതൽ 3 മണി വരെ പണി ഒഴിവാക്കണമെന്ന് സംസ്ഥാന തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെ പുറത്ത് പോയേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഒരു കുട കരുതുക. കുട അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോത്ത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇറുകിയതല്ലാത്ത അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു സാർ. ഇനി ഒരു സംശയമുണ്ട്. എന്താണ്? ഈ heat ചോദിച്ചു. ഈ ഹീറ്റ് അലർട്ട് എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മൾ സാധാരണ ഈ മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ, ഇത് ഹീറ്റിനുള്ള അലർട്ട് അത് എങ്ങനെയാണ്, അതിന്റെ മാനദണ്ഡം എന്താണ് അല്ലേ? അതൊന്നും അറിയണം. അതൊന്നും അറിയണം അല്ലേ? പറഞ്ഞുതരാം. നമ്മൾ സാധാരണ അലർട്ട് 4 കളറാണ് അലേർട്ടിന് വേണ്ടത്. പ്രത്യേകിച്ച് പ്രളയത്തിന്റെ സമയത്താണ് നമ്മൾ അലർട്ടുകളെ കുറിച്ച് കേൾക്കുന്നത്. പച്ച, ഗ്രീൻ, മഞ്ഞ, യെല്ലോ, ഓറഞ്ച് തന്നെ റെഡ്, ചുവപ്പ്. അപ്പൊ അതിൽ പച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, വളരെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് ഹീറ്റിന്റെ കാര്യത്തിലും അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഹീറ്റില് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അപ്ഡേറ്റഡ് എന്നുള്ളത് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ള, ലേറ്റസ്റ്റ് സാഹചര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കുക. അത്ര മാത്രമേ യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഒരു മിതമായതാണ്. ഇപ്പൊ സാധാരണ നാളെ ഒരു ഹീറ്റ് വേവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവും. നമ്മൾ അധികം പുറത്തൊന്നും പോയി കളിക്കാനോ വർക്ക് ചെയ്യാനോ ഓവർ ശരീരത്തെ സ്ട്രെയിൻ ചെയ്യിക്കാനോ പാടില്ല. നമ്മളൊരു നല്ല തണലുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാൽ മതി എന്നുള്ളതാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവില് ജനങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ തീർത്തും ശാരീരികമായി വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്ര മാത്രമാണ് യെല്ലോ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെല്ലോയേക്കാൾ അടുത്ത പടിയാണ് ഓറഞ്ച് അലർട്ട്. ഓറഞ്ച് അലർട്ടില് കാര്യം കുറച്ച് തീവ്രമാണ്. ഒരു സിവിയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവാം. 4 ഡിഗ്രി, ഞാൻ പറഞ്ഞല്ലോ, സാധാരണയിൽ നിന്ന് 4-4.5 ഡിഗ്രി സെൽഷ്യസിന് അധികം പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ യെല്ലോ അലർട്ടിന്റെ എല്ലാ സാഹചര്യങ്ങളും ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. അതോടൊപ്പം ഏതെങ്കിലും അവശ്യ ജനവിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കരുതൽ നമ്മൾ കരുതണം. അവരെ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ എടുത്തു വെക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ അയഞ്ഞ ലൈറ്റ് കളേർഡ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുക. ആവശ്യാനുസരണം വെള്ളം കുടിക്കുക. ദാഹിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കരുത്. ദാഹിച്ചു കഴിഞ്ഞേ വെള്ളം കുടിക്കൂ എന്ന് വിചാരിക്കരുത്. കൃത്യമായ ഇടവേളകളിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒന്നുകിൽ സംഭാരമോ സാധാരണ നോർമൽ വാട്ടറോ ഇതൊക്കെ കഴിക്കാം. കരിക്കിൻ വെള്ളം, കഞ്ഞിവെള്ളം ഇതൊക്കെ കുടിക്കാം. പക്ഷേ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളം, സോഡ, അതുപോലെ കോള ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതാണ്. ചായ, കാപ്പി ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ കഴിക്കുന്ന ഫുഡ് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാവാൻ പാടില്ല. അപ്പൊ ശരീരം അത് ദഹിപ്പിക്കണമെങ്കിൽ ശരീരത്തിന് ഓവർ വർക്ക് അങ്ങോട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള നോൺ വെജ് വിഭവങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശീലിച്ചിരിക്കുക. അടുത്തതാണ് ഏറ്റവും തീവ്രം, റെഡ് അലർട്ട്. റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ 6.5 ഡിഗ്രി സെൽഷ്യസിലും അധികം ടെമ്പറേച്ചർ പോകും. അത് അങ്ങനെ ഒരു 5-6 ദിവസം കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം. യെല്ലോയ്ക്കും ഓറഞ്ചിനും പറഞ്ഞ അതേ കണ്ടീഷൻസ് നമ്മൾ കരുതണം. നമ്മൾ പുറത്ത് ഒരു കാരണവശാലും പോകരുത്. ഡ്രസ്സ് ധരിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം, ശീലം ഇതെല്ലാം അത് കൃത്യമായ അലർട്ട്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം തേടുന്നതിനും മടിക്കരുത്. അത് ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ് റെഡ് അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും എക്സ്ട്രീം കേസിലാണ് അങ്ങനെ സാധാരണ രീതിയിൽ തരാറുള്ളത്. അപ്പോൾ ഓരോ അലർട്ടിനനുസരിച്ചും നമ്മൾ കരുതിയിരിക്കുക. അപ്പൊ ഓറഞ്ച് പറഞ്ഞാൽ റെഡ് ചിലപ്പോൾ അടുത്ത ദിവസം റെഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണുന്നത് നല്ലതാണ്.
അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ദീർഘദൂര യാത്രകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ വലിയ കൺസ്ട്രക്ഷൻ വർക്കോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിൽക്കുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയൂ. സുസാറ്റിനെ കുറിച്ചാണ്. ഓക്കെ. ഈ ഇത്തരം നമ്മളുടെ ചൂട്, ഇത്തരം പ്രശ്നങ്ങളെ അതിനെ തരണം ചെയ്യുന്നതിന് അല്ലേ, കുസാറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ആദ്യമേ പറയാം. പ്രവർത്തനം വെരി ഗുഡ്. കുസാറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. കൂടുതലായും അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇതിനു വേണ്ടിയുള്ളതാണ്. ഒരു ഓപ്പറേഷണൽ ഏജൻസി. ഓപ്പറേഷണൽ ഏജൻസി എന്ന് പറയുന്നത് ഇപ്പൊ നാളെ റെഡ് അലർട്ട് അല്ലെങ്കിൽ ഹീറ്റ് വേവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള വാണിംഗ് തരുന്ന ഓപ്പറേഷണൽ ആയിട്ടുള്ള ഏജൻസി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. അവർക്കാണ് അതിന്റെ മാൻഡേറ്റ് ഉള്ളത്. ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മാനദണ്ഡം അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതാത് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുക. ക്യുസാറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വാണിംഗ് കൊടുക്കണമെങ്കിൽ ആ വാണിംഗ് കൃത്യമായിരിക്കണം. അതിനെന്തൊക്കെയാണ് റിസർച്ച് ചെയ്യാൻ പറ്റുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണം. ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഹീറ്റ് വേവ് അലർട്ട് IMDയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. അതിൽ സാധാരണ ടെമ്പറേച്ചർ നാളെ ഇപ്പോൾ 4.5 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മാത്രമേ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, 4.5ക്ക് പകരം 4.2 ആണ് എന്ന് വിചാരിക്കുക. 4യും 4.2 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഏറെക്കുറെ ഒരുപോലെയുള്ള അനുഭവമായിരിക്കും. പക്ഷെ സാങ്കേതികമായി 4.5 ആയില്ല എന്നുള്ളത് കൊണ്ട് അലർട്ട് IMD തരില്ല. പക്ഷെ നമ്മൾ അതിന് സമാനമായ അവസ്ഥ അനുഭവിക്കേണ്ടി വരും. അപ്പം IMD ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ എത്രത്തോളം ശരിയാണ്, അതല്ല അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, അത് ഇനിയൊരു വലിയ രീതിയിലുള്ള ഒരു ഡ്രൗട്ടിന് അല്ലെങ്കിൽ മഴക്കാലമാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രളയത്തിന് സാഹചര്യമുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രഡിക്ഷന്റെ ശാസ്ത്രീയതയെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള റിസർച്ച് പർപ്പസ് ആണ് കൂടുതലും ക്യുസാറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ നൽകുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷണൽ ഏജൻസികളുമായി ബന്ധപ്പെട്ടുമാണ് പലപ്പോഴും പല കോൺഫറൻസുകളും വർക്ക്ഷോപ്പുകളും നടക്കുകയും നമ്മുടെ ഇൻപുട്ട് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടീഷൻസ്, മാനദണ്ഡങ്ങളൊക്കെ പുതുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ റിസർച്ച് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ക്യുസാറ്റിനെ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് പോലെ പബ്ലിക് അവയർനെസ്സിൽ വലിയൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. അത് ഓപ്പറേഷൻ ഏജൻസികൾ അങ്ങനെ വരാറില്ല. പൊതുവിൽ പബ്ലിക് ഇതുപോലെയുള്ള അക്കാഡമിക് ഏജൻസി അല്ലെങ്കിൽ റിസർച്ച് ഏജൻസികളാണ്. എന്നെ പോലെ ഇവിടെ 2-3 പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഇതുപോലെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം ഇവിടെ ക്യുസാറ്റിൽ ഇനി വരുന്ന MSc MTech പോലെയുള്ള PhD പോലെയുള്ള പ്രോഗ്രാമിൽ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇതാണ് ക്യുസാറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടല്ലേ സംസാരിച്ചത്. നമ്മളിപ്പോ അയ്യോ എന്ത് പറ്റി? ഹലോ, സാറിനെ കാണാതായി പോയി. ആരോ മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടല്ലേ? ഓൾ മ്യൂട്ട് ചെയ്തോളൂ, നീ ഓൺ ചെയ്തോളൂ അല്ലേ? ചോദിച്ചോ? ഓക്കെ ഓക്കെ. അവസാനത്തെ ചോദ്യം കിട്ടി, സമയം കഴിഞ്ഞു. ഓക്കെ. എന്താണ് ഇപ്പൊ നമ്മള് സൂര്യതാപം മൂലം ഉണ്ടാകുന്ന നമ്മൾക്ക് ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ? ഇതെല്ലാം മനസ്സിലാക്കിയില്ലേ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് അറിയേണ്ടത്? ഇതുകൂടാതെ വേറെ എന്തെല്ലാം ദുരിതങ്ങളാണ് മലയാളികൾക്ക് ഇനി വരാൻ പോകുന്നത്? ഇത് കൂടാതെ എന്തെല്ലാം ദുരിതങ്ങളാണ് ഇനി ഇതുപോലെ ഭാവിയിൽ, അടുത്ത സമീപ ഭാവിയിൽ നമ്മൾക്ക് മലയാളികൾക്ക് ഈ ചൂട് മൂലം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ചിറ്റി ചോദിക്കുന്നത്. ചൂട് മൂലമാണോ അറിയണം അല്ലേ? അതോ പ്രകൃതി ദുരന്തങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? പ്രകൃതി ദുരന്തം തന്നെ. പ്രകൃതി പോലെ
അതായത് ചൂട് മാത്രമല്ല, അല്ലാതെ പ്രകൃതി കൊണ്ട് ഇത്രയും നമ്മൾ ഈ അടുത്ത കാലത്താണ് വെള്ളപ്പൊക്കം അതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. അതുവരെ വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. പെട്ടെന്ന് നമ്മൾ ഇത് മാറിയിട്ട് പിന്നെ തുടർച്ചയാണ് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പിന്നെ ഇത് കൂടിക്കൂടി വരുന്നതായിട്ടൊന്നും തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ദുരിതങ്ങൾ? വളരെ പ്രസക്തമായ ചോദ്യമാണ് കിറ്റി ചോദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുരന്തം എന്ന് പറയുമ്പം അതിനെ രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുരന്തമാണ്, മറ്റൊന്ന് മനുഷ്യ നിർമ്മിതമായ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടുള്ള ദുരന്തമാണ്. ഇപ്പം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപുണ്ടായത്, അത് മനുഷ്യന്റെ മാത്രം കയ്യിലിരിപ്പുണ്ട്, അതിൽ പ്രകൃതിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുപോലെയുള്ള, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റാമ്പീഡ്, വലിയ ഈ ആൾക്കാർ തിക്കും തിരക്കും മൂലം ശബരിമലയിൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നു. അതുപോലെയുള്ള ദുരന്തങ്ങളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, പ്രകൃതി ദുരന്തങ്ങളാണ്. ഇപ്പം നാച്ചുറൽ ഹസാർഡ്സ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 17ഓളം ഈ മനുഷ്യനിർമ്മിതമായ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടുള്ള ദുരന്തങ്ങളും ഒരു 20-22 പ്രകൃതി ദുരന്തങ്ങളും. അപ്പൊ മൊത്തത്തില് ഒരു 40ഓളം ദുരന്തങ്ങൾ ഏത് നിമിഷവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ ഗണം മാറ്റിവിട്ടാൽ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ 2 തരം ദുരന്തങ്ങളുണ്ട്. ഒന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തവും കാലാവസ്ഥയുമായി ബന്ധമില്ലാത്ത ദുരന്തവും. പ്രകൃതി ദുരന്തങ്ങളിൽ തന്നെ കാലാവസ്ഥയുമായി ബന്ധമില്ലാത്ത ദുരന്തങ്ങളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഭൂകമ്പം. ഭൂകമ്പം ഉണ്ടാകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകും, അതുകൊണ്ടല്ല, അത് ഭൂമിയിലെ ടെക്ടോണിക് ചലനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അതിന്റെ ഭാഗമായി കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവാം, അത് വേറെ കാര്യം. പക്ഷെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമല്ല ഈ ഭൂകമ്പത്തിന് കാരണം. അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം, അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാൽ കാലാവസ്ഥയിലും മാറ്റം ഉണ്ടാകും, അങ്ങനെ വരാം. ഇനി നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ദുരന്തങ്ങളും എടുത്തു നോക്കിയാൽ അതിന്റെ 75 മുതൽ 80% കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്, പ്രകൃതി ദുരന്തങ്ങൾ. അതുകൊണ്ട് കാലാവസ്ഥയെക്കുറിച്ചുള്ള ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് എന്ന് ചോദിച്ചാൽ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്ക് അനുഭവിച്ചത് തന്നെ ഇപ്പോ 2017 ഓഖി, ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. അതിനുശേഷം കേരളത്തിൽ അനുഭവിച്ച പ്രളയം കാലാവസ്ഥാ ദുരന്തമാണ്. അതുപോലെ ഉരുൾപൊട്ടലിന്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ അതിതീവ്ര മഴയാണ്, അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ. അതുപോലെ ക്ലൗഡ് ബേസ്റ്റ് പോലെയുള്ള വളരെ ഫ്ലാഷ് ഫ്ലഡ്, മിന്നൽ പ്രളയം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഘവിസ്ഫോടനം, അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. മറ്റൊന്നാണ് മിന്നൽ ചുഴലി എന്ന് ഈ അടുത്തിടയിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരു പ്രദേശത്ത് ഒരു വാർഡിൽ മാത്രം ചിലപ്പോൾ ഒരൊറ്റ ചുഴലിക്കാറ്റടിച്ച്, ഒരു ഉദാഹരണം പറയാൻ, തൃശ്ശൂര് ഒല്ലൂരിനടുത്ത് ഒരു വീടിന്റെ ടെറസ് രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല, പിന്നെ പോയി നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വളരെ ഭദ്രമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി വെക്കുന്നത് പോലെ കറക്കി ചുഴലി, മിന്നൽ ചുഴലികൾ. മറ്റൊന്നാണ് അതിതീവ്രമായ ലൈറ്റ്നിങ്, മിന്നൽ, അതിതീവ്രമായ കാറ്റ്, ചുഴലി ഒന്നുമില്ലാതെ വെറും കാറ്റടിച്ച് എല്ലാം തകർക്കാം, അങ്ങനെ വരാം. പിന്നെ കടലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവിടെ സ്റ്റോം സർജസ്, കടലിൽ വലിയ സൈക്ലോണുകൾ ഉണ്ടാകുമ്പോൾ വലിയ തിരമാലകൾ ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ ഹൈ ടൈഡ്, ചില സമയം ടൈഡ് വളരെ ഉയർന്ന രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കടലാക്രമണം, മൺസൂണിന്റെ സമയത്താണെങ്കിൽ കടലാക്രമണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ലിസ്റ്റ് ഇനിയും നീളും. വേറൊന്നാണ് ഹീറ്റ് ബേസ്റ്റ്, ക്ലൗഡ് ബേസ്റ്റ് പോലെ, മേഘവിസ്ഫോടനം പോലെ താപവിസ്ഫോടനമുണ്ട്. ചില പ്രദേശങ്ങളിൽ നമുക്കറിയാം 2015 ജൂൺ മാസത്തിൽ മൺസൂൺ മഴക്കാലത്ത് പോലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലിനോട് ചേർന്നുള്ള ഒരു 100 മീറ്റർ ചേർന്നുള്ള ഭാഗങ്ങളിൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള സസ്യങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയി. കടലിനെ ഫേസ് ചെയ്യുന്ന ഭാഗം മാത്രം കരിയുകയും അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം അതുപോലെ പച്ചപ്പോട് കൂടി നിൽക്കുകയും ചെയ്തു. അത് ഹീറ്റ് ബേസ്റ്റ് എന്ന് പറയുന്ന, താപവിസ്ഫോടനം എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഫ്ലാഷ് ഫ്ലഡ് ഉണ്ട്, ഉരുൾപൊട്ടലുണ്ട്, എല്ലാ പ്രശ്നങ്ങളും
ഇതിന്റെ ഭാഗം. അതുപോലെ അതിതീവ്രമായിട്ടുള്ള വരൾച്ച, കാട്ടുതീ, ഇതൊക്കെ, അതുപോലെ സാൻഡ് സ്റ്റോം എന്ന് പറയുന്ന, നമ്മുടെ ഇവിടെ ഇല്ല, പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ സാൻഡ്, മഴ പെയ്യാതെ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ മണൽ ഇങ്ങനെ മേലേക്ക് പൊങ്ങിയിട്ട് മണൽ മഴ പെയ്യും, സാൻഡ് സ്റ്റോം. അത് കിലോമീറ്ററുകളോളം ദൈർഘ്യം ഉണ്ടാകും. അതുപോലെ അതിശക്തമായ തണ്ടർ സ്റ്റോം, ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ, ആലിപ്പഴം വീഴ്ച. ആലിപ്പഴം, മൂന്നാറിലൊക്കെ ആലിപ്പഴം വീണ് തേയിലത്തോട്ടങ്ങളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്, ആലിപ്പഴം വീഴുന്ന പോലെയുള്ള അവസ്ഥ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നാല് ഇതിന്റെ ലിസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇവയെല്ലാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങളാണ്. ഓരോന്നിനും കൃത്യമായ വാണിംഗ്, ഏർലി വാണിംഗ്, മുന്നറിയിപ്പ് കൊടുത്ത് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വത്തിനും അതുപോലെ കൃഷിക്കും ഒക്കെ ഉണ്ടാകുന്ന നാശം ചിലപ്പോൾ നമ്മൾ സഹിക്കുക തന്നെ വേണ്ടി വരും. അതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്നുള്ള ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലുമുള്ള പ്ലാനിങ് നമ്മൾ ഇപ്പോഴേ ഉണ്ടാവണം. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് വേണം, അഡാപ്റ്റേഷൻ, അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളത് വേണം. പിന്നെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന മാറ്റം നമ്മുടെ കൃഷി രീതികളെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ഭക്ഷ്യ ക്ഷാമം, ജലക്ഷാമം, കുടിവെള്ളക്ഷാമം, സാംക്രമികമായ രോഗങ്ങൾ, ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞ, ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖലയുമായി ബന്ധപ്പെടുന്നോ ആ മേഖലയിലെല്ലാം കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഗണ്യമായ ഒരു 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 സ്വാധീനമുണ്ട്. അപ്പോ കാലാവസ്ഥ നേരെയായാൽ മാത്രമേ, നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലും തന്നെ മാറണം അല്ലേ? അതെ അതെ, അതാണ് പറഞ്ഞത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ ആവണം. നമ്മുടെ തൊഴിൽപരമായാലും, നമ്മൾ മത്സ്യത്തൊഴിലാളികളായാലും, അല്ലാത്ത ആളുകളായാലും, ഏത് മേഖലയിലുള്ളവരായാലും നമ്മുടെ ലൈഫ് സ്റ്റൈല് ഈ എന്ത് ചെയ്യുമ്പോൾ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കാലാവസ്ഥയെ നമ്മൾ മുൻകൂട്ടി കണ്ടുപോകണം അല്ലേ? കാലാവസ്ഥയ്ക്ക് എന്ത് ദോഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് വേണം ഒരു ബിസിനസ് ആയാലും ഒരു വ്യവസായമായാലും നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇന്ന് ലോക ജലദിനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ കനകക്കുന്നിലും തമ്പാനൂരും എല്ലാം വന്ന് ലാസ്റ്റ് ഇവിടെ ശംഖുമുഖത്ത് വന്ന് അവസാനിച്ചു പ്രോഗ്രാം. അവസാനിച്ചു. ഇത്തിരി അതാണ് ഞാൻ കയറാൻ ഇത്തിരി വൈകിയത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ ചുറ്റിനും കുറച്ച് കുട്ടികളൊക്കെ വന്ന് ഇപ്പൊ ഇവിടെ ലൈറ്റ് കുറവാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ലോക കാലാവസ്ഥാ ദിനമാണ് നാളെ. ഇന്ന് ലോക ജലദിനമാണ്. അപ്പം ഇന്നത്തെ തീം, ലോക ജലദിനത്തിന്റെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ്. സമാധാനം. അവസാനം വേണ്ടത് സമാധാനമാണ്. അപ്പോ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മനുഷ്യന്റെ സമാധാനത്തെ ബാധിക്കും. പ്രത്യേകിച്ച് കുടിവെള്ളം ഇല്ലാതായാൽ നമുക്കറിയാം, നമുക്ക് കുടിക്കാൻ പറ്റില്ല. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണും നമ്മുടെ ഇവിടെ തന്നെയുള്ള ബാംഗ്ലൂര് ഇപ്പം വെള്ളത്തിന് റേഷനിങ് വന്നിരിക്കുകയാണ്. അവിടെ ഫ്ളാറ്റുകളൊക്കെ, റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ തകർന്നിട്ടാണുള്ളത് ഇപ്പോൾ പലപ്പോഴും. ബാംഗ്ലൂരിൽ നിന്ന് ആരും ഒരുപാട് സ്വത്തുകൾ വാങ്ങിച്ചു കൂട്ടി ഇത് വിൽക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി, സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് വേറെയുണ്ട്. അതോടൊപ്പം നമ്മുടെ കാലാവസ്ഥാപരമായിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സമാധാനത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ നാളെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഡേ ആണ്, അല്ലെങ്കിൽ ലോക കാലാവസ്ഥാ ദിനമാണ്. നമുക്കറിയാം വെള്ളവും കാലാവസ്ഥയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവിടെ പറയുന്നത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. നമ്മളിപ്പോ പറഞ്ഞു, ക്ലൈമറ്റിനെ ഇങ്ങനെ പോകുന്നതിൽ നമ്മൾ എന്തെല്ലാം ആക്ഷനുകളാണ് എടുക്കേണ്ടത്. വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മളത് പ്രായോഗികമായി എന്തെല്ലാം ആക്ഷനുകൾ എടുക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് വരേണ്ടത്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. മിനിയാന്ന് ലോക വനദിനമായിരുന്നു. ഇന്നലെ വനദിനമായിരുന്നു, 21. വനദിനത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത, നമ്മൾ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം, ഈ മലയോര മേഖലകളില് വന്യമൃഗ സംഘട്ടനമാണ്. അപ്പൊ സംഘർഷമാണ്. അത് വനത്തിനുള്ളില് വെള്ളമില്ലെങ്കിൽ അവിടെ നിന്ന്, ആഹാരമില്ലെങ്കിൽ അവിടെ നിന്ന് ജീവികൾ ഇങ്ങോട്ട് വരും എന്നുള്ളത് തീർച്ചയാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഇങ്ങോട്ട് വരികയും നമ്മളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വരികയും ചെയ്യും. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിലെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമാധാനം പുലരേണ്ടത് ആവശ്യമാണ്. അപ്പോ മാർച്ച് 19 എന്ന് പറഞ്ഞാൽ വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടിയാണ്. അപ്പം ഈ വനവും ജലവും കാലാവസ്ഥയെല്ലാം നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നന്നാവും. ഇല്ലാന്നുണ്ടെങ്കിൽ
ഉള്ള ഫ്രണ്ട്ഷിപ്പും പോവും, നമ്മുടെ സമാധാനവും പോവും. അപ്പൊ ഈ ദിനങ്ങളെല്ലാം അടുത്തടുത്ത് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ലീഡ് ചെയ്ത ഡോക്ടർ MG മനോജ്, അതുപോലെ തന്നെ കിറ്റി അതുപോലെ വിനോദ് സാർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. മിക്കവാറും ചോദ്യങ്ങൾ എല്ലാം തന്നെ കിറ്റി ചോദിച്ചുകൊണ്ട് മറ്റു ചോദ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. സ്വാഗതം. ഈ ചൂടുകാലത്ത് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച വിനോദ് സാറിനും അതിന് വളരെ വിജ്ഞാനപ്രദമായി ഉത്തരം നൽകുകയും ചെയ്ത മനോജ് സാറിനും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ലിങ്ക്. അതിലെല്ലാവരും ഫീഡ്ബാക്കും അറ്റൻഡൻസും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി പ്രസംഗത്തിനായി കേലാംസ് ഡയറക്ടർ ശ്രീ GP ഉണ്ണികൃഷ്ണൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇന്നത്തെ ഈ സെഷനില് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. മാത്രമല്ല, നമുക്ക് ഈ പ്രധാനമായിട്ടും നമ്മുടെ ഈ അലർട്ടുകളെ സംബന്ധിച്ച സംശയങ്ങൾ അതെനിക്കും ഉണ്ടായിരുന്നതായിരുന്നു. അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ച് വളരെ കുറഞ്ഞ സമയത്തിലാണെങ്കിലും. അതുകൂടാതെ ഈ പരിപാടിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇത്തിരി കുറവായിരുന്നു തോന്നുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത് ഇത്രയും പരിപാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. പിന്നെ സമയം കൂടുതലായ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. സൊസൈറ്റി ഡോക്ടർ മനോജിന് കേലാംസിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ നമ്മുടെ പപ്പറ്റീറായുള്ള വിനോദിന്റെ പപ്പറ്റിനും നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പപ്പറ്റീർ മാത്രമല്ല വെൻട്രിലോക്കിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമുക്ക് സ്വാഗതം ആശംസിച്ച കേലാംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ MS വിജയൻ, ഇതിൽ പങ്കെടുത്ത മറ്റ് മെമ്പേഴ്സ് എല്ലാവർക്കും കേലാംസിന്റെ പേരുള്ള, കൂടാതെ ഇതിൽ ഓർഗനൈസർ ആയിട്ടുള്ള യൂണിസെഫിന്റെ കൺസൾട്ടന്റ് ശ്രീ ജോർജ്, അദ്ദേഹത്തിനും കേലാംസിന്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഗുഡ് നൈറ്റ്. നന്ദി. Thank you, sir. Thank you for the participants also. Thank you, sir. Thank you, സ്വാഗത. മോഡറേറ്റ് ചെയ്ത്. Okay. വിനോദ് സാർ, പപ്പറ്റി നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാ സംസാരിക്കുന്നതെന്നൊന്നു എങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. വായ കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് വെൻട്രിലോക്കിസം എന്ന് പറയുന്ന ആർട്ടാണ് സാറേ. നമ്മൾ നിർജീവമായിട്ടുള്ള ഒരു പാവയെ കൊണ്ട് നമ്മൾ രണ്ടും ശബ്ദം ഒരാൾ തന്നെ കൊടുത്തിട്ട് സംസാരിക്കുക. ഒന്നുമില്ല, നിന്നെ കുറിച്ച് അല്ല പറഞ്ഞത്. അതെ, വെൻട്രിലോക്കിസം എന്നുള്ള ആർട്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. അതെ, ഒന്ന് പറയാമോ? സമയമുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലായി. പറയാല്ലേ? എങ്ങനെയാ? അതായത് നിരന്തരമായ പരിശീലനം കൊണ്ട് ഇയാള് മിണ്ടരുത്. മിണ്ടുവോ? നിരന്തരമായ പരിശീലനം കൊണ്ട് നമ്മള് ഒരാളുടെ ഉള്ളിൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കും. ഒന്നുമില്ല, നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി ഇരിക്കുമ്പോൾ തന്നെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് രണ്ടിനും ഒരാൾ തന്നെ ശബ്ദം കൊടുക്കുന്നേ. നിന്നെ കുറിച്ച് അല്ലടാ. സാറിന് അതിന്റെ സീക്രട്ട് അറിയണമെന്ന് ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ടല്ലേ. ഓക്കെ, ഞാൻ നേരിട്ട് കാണുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇരിക്കുമ്പോ പ്രശ്നമാണ്, ഇത് സമ്മതിക്കില്ല. ഞങ്ങളിവിടെ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. നാളെ Thank you, Dr. Mahindra. Okay, thank you, Joseph. Support. Thank you.